ഹലോ മൈ ഗായ്സ്. അപ്പോൾ നമ്മളിന്ന് ഒരു ട്രിപ്പ് പോവാണ്. നമ്മുടെ കൂടെ ഉള്ളത് വിനിക്സ് ബ്രോ ആണ്. വിനിക്സ് ബ്രോ അതിൻ്റെ പേരൊക്കെ അത്ര കിട്ടില്ല കേട്ടോ. വിനിക്സ് ബ്രോ എന്ന് അങ്ങനെ എന്തുകൊണ്ടാണ്. അപ്പോൾ അവൻ്റെ ഒക്കെ M5 ഒക്കെ ഉണ്ട്. പക്ഷെ അവനിന്ന് വിൻറ്റേജ് ബെൻസ് എടുത്തിട്ട് വരാൻ പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ അവൻ്റെ നമ്പർ പ്ലേറ്റും ഇതൊക്കെ നല്ല റിയാലിറ്റിയാണ്. ബാക്ക് ഫുള്ള് നല്ല ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ മുമ്പിൽ അത്രയില്ല. നമ്പർ പ്ലേറ്റ് ഉണ്ട്, പിന്നെ ബ്രോയുടെ പേരും ID അത് എഴുതി വെച്ചിട്ടുണ്ട് ഗ്ലാസ്സുമേ. പിന്നെ നമ്മുടെ വണ്ടിക്ക് പിന്നെ ഒന്നും ചെയ്തില്ല. നമ്മുടെ ഒരു അറക്കലബ് എന്ന് പറഞ്ഞിട്ടൊരു മച്ചാന് തന്നാണ് നമുക്ക് ഈ പോളോ. അപ്പോൾ ഈ പോളോ അത്ര വർക്കൊന്നും ചെയ്തില്ല. അതുമൊക്കെ അത്ര ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. അപ്പം ഇന്ന് ഈ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോളോ എടുക്കണത്. ഇതിൻ്റെയൊക്കെ വേറെ ഇത്ര മോഡിഫൈഡ് വണ്ടിയൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ ഈ പോളോ തന്നെ എടുത്തിട്ടോ. അപ്പോൾ ബ്രോയുടെ വണ്ടി ഒന്ന് നീക്കിടണം. അപ്പോൾ നമ്മളെ വണ്ടി കയറാൻ പറ്റുള്ളൂ. നമ്മുടെ അങ്ങോട്ട് നടക്കാൻ പറ്റില്ല കേട്ടോ. നമ്മളെ വണ്ടി ഒന്ന് നീക്കിടാം. ബ്രോ ഇതൊക്കെ കേട്ടോ, പുഷപ്പൊക്കെ എടുക്കണ. അപ്പോൾ നമ്മുടെ വണ്ടി എടുക്കാം. ബ്രോയുടെ വണ്ടി കയറുകയാണ്. അപ്പം നമ്മുടെ ഇൻറ്റീരിയറൊക്കെ പെടാണ്. ഉള്ളിൽ ഇതൊക്കെ ഉണ്ട് കേട്ടോ, മാപ്പൊക്കെ ഉണ്ട്. കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, മാപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇൻറ്റീരിയർ കാണാൻ കുറച്ച് ഭംഗിയൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് വണ്ടി നേരെ എടുക്കാം, അതിൻ്റെ ഇടയിൽ കൂടെ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നേരെ ട്രോപ്പിക്കാണ് പോണത്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് ഓട്ടോ ബാക്ക്. അത് ഞങ്ങൾക്കും ഇപ്പോൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. എനിക്ക് ഇപ്പോൾ 2-3 വട്ടം ഉണ്ടായി. ഇനി ചിലപ്പോൾ ഉണ്ടാവുമോയെന്ന് അറിയില്ല. അപ്പോൾ നമ്മുടെ ഡാർക്ക് ബട്ടൺ ഇട്ട് നമുക്ക് ഇതാക്കാം, UAE ഇതാക്കാം. അപ്പോൾ അത്ര ഓടിക്കാനും പറ്റില്ല കേട്ടോ. വണ്ടി കുറച്ച് പണിയെടുക്കും, എന്നാലും കുഴപ്പമില്ല. ഞാൻ ചിലപ്പോൾ മാറ്റും. ഇങ്ങോട്ടല്ലോട്ട് പോകുന്നത്, നമുക്ക് വളക്കണം. ഇങ്ങോട്ടല്ല പോകാനുള്ളത്. അയ്യോ, അവൻ വിൻറ്റേജ് വൺസ് വെച്ചിട്ട് പറപ്പിച്ച് വിടും കേട്ടോ. എൻ്റെ ബാക്കിലൊക്കെ കൊണ്ട് ഇടിച്ച്. നമുക്ക് അവനോട് പറയാം ഇങ്ങോട്ടല്ല അങ്ങോട്ടാ പോകുള്ളതെന്ന്. ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാപ്പ് നോക്കുകയാണെങ്കിൽ അവൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇൻറ്റീരിയർ ഇടാം. അപ്പോൾ നമുക്ക് നേരെ പോയേക്കാം അങ്ങോട്ട്. വണ്ടി ഒന്ന് ശരിയാക്കണം, വേണ്ടല്ലേ. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് കത്തിച്ചു വിടാം. അപ്പോൾ ഇവിടുന്ന് ഇവിടേക്ക് ട്രോപ്പിക്കേക്ക് നല്ല ദൂരമുണ്ട്, കുറച്ച് ദൂരമുണ്ട് കേട്ടോ അങ്ങോട്ട്. അപ്പോൾ മാപ്പിൽ നോക്കുകയാണെങ്കിൽ അറക്കലബൂന്ന് നമ്മുടെ ഇപ്പോൾ ഓളോ തന്ന ചെക്കന് കയറിയിട്ടുണ്ട് കേട്ടോ. അറക്കലബു അവനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൻ വരുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ അവൻ എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മൗണ്ടൈന് പോവാന്നാണ് പറഞ്ഞത്. നമുക്ക് അങ്ങനെ പറയാം, മൗണ്ടൈന് പോവാന്ന് പറയാം. അപ്പോൾ അവന് പിന്നാലെ വന്നോളും. പിന്നെ ഞാൻ വിചാരിച്ചത് മൗണ്ടൈന് പോവാന്നാണ്. പിന്നെ ഞങ്ങൾ മൗണ്ടൈനെക്കാട്ടും കുറച്ചും കൂടി അടുത്തുള്ളത് ഇവിടെ ട്രോപ്പിക്കാണ്. അതുകൊണ്ട് നമ്മൾക്ക് അവിടേക്ക് പോകാന്ന് വെച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. പിന്നെ അവിടെ നല്ല റിസോർട്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോകുമ്പോഴാണ് സുഖം. അപ്പം ഞാനുണ്ട് പറയുന്നുണ്ട്. അപ്പോൾ അവൻ വരിയിരിക്കും. അപ്പോൾ മറ്റേ വിൻറ്റേജ് ബെൻസുള്ള മച്ചാന് കത്തിച്ചു വിടാൻ കേട്ടോ. അവനവിടെ സ്ലോ ആക്കിയിട്ടുണ്ട്. വിൻസ് ബ്രോ അവിടെ സ്ലോ ആക്കിയിട്ടുണ്ട്. അവന് അറക്കലബ് ആന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ വെയിറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇവനും അവിടെ വെയിറ്റ് ചെയ്തോളൂ. നമുക്ക് മാപ്പ് നോക്കി നോക്കാം കേട്ടോ.
അവൻ വരുന്നുണ്ട്. അപ്പോൾ മറ്റേ വിൻറ്റേജ് വൺസുള്ള മച്ചാനെ നമ്മുടെ പിന്നിൽ വന്ന് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അറക്കലബോ അതാണ് ആ സിൽവർ കളറുള്ള സിവിക്ക്. അപ്പോൾ നമുക്ക് നേരെ കത്തിച്ചു വിടാം. അപ്പോൾ അവരും എൻ്റെ പിന്നാലെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇട്ടേക്കാം. അപ്പോൾ ഇവിടുത്തെ ഈ വളവൊക്കെ കുറച്ച് പണിയാണ് വളച്ചെടുക്കാനൊക്കെ. അപ്പോൾ നേരെ ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വളക്കാട്ടോ. അപ്പോൾ നമുക്ക് നേരെ പോയേക്കാം. നമുക്ക് ആദ്യം ഞാൻ മൗണ്ടിന് പോകാൻ വിചാരിച്ച്. അപ്പോൾ നമ്മളിവിടെ ട്രോപ്പിക്കൽ എത്തിക്കണേ. ഞാൻ അവിടുന്ന് വീഡിയോ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം വേറൊന്നുമല്ല, ഞാൻ അവിടുന്ന് ഒന്ന് പെട്ടെന്ന് മൗണ്ടിന് പോകേണ്ട ട്രോപ്പിക്ക് പോകാൻ വിചാരിച്ചിട്ട് ഞാൻ വരുമ്പോണ്ട് ഓട്ടോ ബാക്കായി. അപ്പം ഞാൻ ആ ഒരു സീന് കട്ട് ചെയ്താണ്. അപ്പോൾ ഞാൻ എത്ര കയറാൻ നോക്കിയിട്ടും ഇതാവുന്നില്ല കേട്ടോ, ഓട്ടോ ബാക്കായി. പിന്നെ അറക്കലബും ഓട്ടോ ബാക്കായി. പിന്നെ നമുക്ക് കയറാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവന് കയറിയിട്ടുണ്ട് കേട്ടോ, ഇവർക്ക് കുഴപ്പമില്ല. പക്ഷേ എൻ്റെ ഓട്ടോ ബാക്കായി. പിന്നെ ഞാൻ ഇപ്പോൾ കയറിയതാണ് ട്രോപ്പിക്ക് ഇതിട്ടിട്ട് മാപ്പ് ഇട്ടിട്ട്. അപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കണം. അപ്പോൾ ഒരു ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം പിടിക്കും ഫോട്ടോ എടുക്കാൻ. കുറച്ച് സമയം പിടിക്കും. നമുക്ക് അവരോട് ഫോട്ടോ എടുക്കാമെന്ന് പറയാം. അപ്പോൾ അവനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി നല്ല രീതിയിൽ പാർക്ക് ചെയ്യണം. അവൻ്റെ വിൻറ്റേജ് വൺസ് ആയ കാരണം കുറച്ചുകൂടി ലുക്ക് ഉണ്ട് കേട്ടോ അവൻ്റെ വണ്ടി കാണാൻ. ആ വണ്ടി നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുമോ? കിട്ടുകയാണെങ്കിൽ നിങ്ങളൊന്ന് പറയണം കേട്ടോ. ഞാൻ കണ്ടില്ല ഇതുവരെ വണ്ടി മാർക്കറ്റിൽ. അപ്പോൾ ഗൈസ്, നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിയുമ്പോഴത്തേനും ഒരു 3 മണി ആയിക്കണം. നമ്മൾ 12 മണിക്ക് 11 മണിക്കാണ്ട് ഫോട്ടോ എടുക്കാൻ തുടങ്ങിയാണ്. ഇപ്പോഴും കഴിഞ്ഞില്ല. കുറേ നേരം ഫോട്ടോ എടുത്ത് നല്ല ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തപ്പമേലാക്കണം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഇവിടെ ഒരു റിസോർട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ലക്ഷറി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ ട്രോപ്പിക്കൽ ഏറ്റവും ലക്ഷറി റിസോർട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തത്. അത് എനിക്കും ഇവനക്കും വിൻസിനും മാത്രമായിട്ടാണ്. അറക്കലബ് ഉണ്ടാവും വിചാരിച്ച്, പക്ഷെ അവന് ഓട്ടോ ബാക്കായ കാരണം പോയി. അപ്പോൾ നമുക്ക് നേരെ ഇങ്ങോട്ട് പോയേക്കാം. ഇങ്ങോട്ട് പോട്ടെ. ഇത് നമ്മുടെ ഇതാണ് കേട്ടോ, സ്ഥലമാണ്. അപ്പോൾ നമുക്ക് നേരെ വണ്ടി വർഷാപ്പിട്ടൊന്ന് ഇതാക്കാം. അവൻ വരുന്നുണ്ട് കേട്ടോ. അവനെത്തി നമുക്ക് പോകാം. ഈ സ്റ്റിയറിങ്ങിന് ഒരു കുഴപ്പമുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞ് തീർന്നില്ല. അപ്പത്തിനും കൊണ്ട് ഇടിച്ച് സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ ഒന്ന് തൊട്ടെടുത്താൽ മതി, അപ്പത്തിനുണ്ട് വളയും. അത് ഈ പോളോ ഓടിക്കുമ്പോൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ. പിന്നെ ചില ഈ വണ്ടിക്കൊക്കെ ഞാൻ ഓടിക്കുമ്പോൾ കാണാറുണ്ട്. M5 ഓടിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവാറുണ്ട് കേട്ടോ. M5 M4 ഒക്കെ ഒന്നിട്ട് തൊട്ടെടുത്താൽ മതി, അപ്പത്തിനും അങ്ങോട്ട് തിരിയും. അതിന് സ്റ്റിയറിങ്ങിൻ്റെ എന്തോ പ്രശ്നം തോന്നുന്നു. അപ്പോൾ നമുക്കൊന്നും കൂടി റിപ്പയർ ചെയ്തിട്ട് വരാം. അപ്പോൾ അവനും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പോയേക്കാം. അവൻ നമ്മുടെ കൂടെ വരുന്നുണ്ട്. നമുക്ക് നേരെ റിസോർട്ടിലേക്ക് പോകണം. അതാ കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ, ഇതാണ്
ഒന്നൊന്ന് വളച്ചെടുത്ത അപ്പത്തിനുണ്ട് വളഞ്ഞിട്ട് പോകും. അതപ്പോൾ ഇത് മോണ്ടടിച്ച് മൊത്തത്തിൽ പണിയിട്ട് അതാ അപ്പോൾ നമുക്ക് നേരെ പറപ്പിച്ച് റിസോർട്ടിലേക്ക് വിട്ടേക്കാം. റിസോർട്ട് ഇവിടെ അടുത്ത് തന്നെ കേട്ടോ. ഈ ട്രോപ്പിക് എന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്ഥലമാണ്. ഇതാ ഇവിടെയാണ് റിസോർട്ട് വരുന്നത്. അപ്പം നമുക്ക് നേരെ റിസോർട്ടിലേക്ക് വിടാം. ഞാനിപ്പോൾ ഇൻറ്റീരിയറിത്തെ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് കേട്ടോ പോണത്. അല്ലാണ്ട് ഞാൻ ശരിക്കുള്ള സ്ക്രീനിലുള്ള ഗൂഗിൾ മാപ്പല്ല, ഇവിടെ വണ്ടിയുടെ ഉള്ളിലുള്ള ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. അതാ അപ്പോൾ ബാലൻസും മുട്ടിയില്ല കേട്ടോ. ഞാൻ വിചാരിച്ച് മുട്ടിന്ന്, ബാക്കിൽ മുട്ടിയെന്ന് വിചാരിച്ച് വണ്ടി. അപ്പോൾ നമുക്ക് നേരെ റിസോർട്ടിലേക്ക് പോകാം. ഇതൊക്കെ കുറച്ച് വില കുറഞ്ഞ റിസോർട്ടുകളാണ്. നമ്മൾ ഏറ്റവും വില കൂടിയ റിസോർട്ടിലാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ ഇടണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും കാണണമെങ്കിൽ സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് നേരെ ഇങ്ങോട്ട് പോകാം. അവൻ്റെ വണ്ടി കയറ്റാൻ പറ്റുമോ അറിയില്ല കേട്ടോ. നമുക്ക് നേരെ അതിൽ കൂടെ ഇങ്ങനെ വിട്ടേക്കാം. ഇവിടെ ഒന്ന് തൊട്ടാൽ മതി, അപ്പത്തിനുണ്ട് എല്ലാം തെറിക്കൂട്ടം. അങ്ങനെയാണ്, കാണിച്ചു തരാം. ഞാൻ ബാക്ക് എടുക്കുമ്പോൾ സോഫമ്മ എല്ലാം തട്ടിക്കഴിഞ്ഞാൽ കണ്ടിട്ടാ. ഞാൻ മെല്ലെ നിർത്താം. സോഫമ്മ തട്ടരുത്. അതാ കണ്ടില്ലേ, സോഫമ്മ തട്ടിയിട്ടും കൂടില്ല, അപ്പത്തിന് തെറിച്ചിട്ടോ. ഇതാണ് എന്തോ അറിയില്ല, എന്താണ് പ്രശ്നം എന്താ അറിയില്ല. അപ്പോൾ റിസോർട്ടിൽ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. കുറച്ച് രസമുണ്ട് റിസോർട്ട് കാണാൻ. ഇപ്പം നമ്മുടെ വണ്ടി അൺലോക്ക് ആക്കിയിട്ട് വണ്ടി ഓഫ് ആക്കിയിട്ടുണ്ട്. നമുക്ക് അവനോട് ഫോട്ടോ എടുക്കാൻ പറയാം. അവൻ കയറിയിട്ടോ വണ്ടിയിട്ട് പടി കയറിയിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് കയറണം. അവൻ്റെ വണ്ടി ഓടിച്ചുകൊണ്ട് എടുക്കുമ്പോഴത്തേനോട് പോവാൻ തോന്നുന്നു. ബാക്കിൽ നല്ല ഇതുണ്ട് കേട്ടോ, പവർ ഉണ്ടെന്ന് തോന്നുന്നു. ഫോട്ടോ എടുക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ നിൽക്കണം. നോക്കട്ടെ. അയ്യോ, നമ്മൾ ബാക്ക് തിരിഞ്ഞിട്ട് അലക്കണം. അത് ശരിയാക്കാം. നമുക്ക് അത് ശരിയാക്കാം. അപ്പം ഇനി ഇതൊന്ന് ശരിയാക്കണം. നല്ലപോലെ നിൽക്കട്ടെ. അവനങ്ങോട്ട് പോയിക്കണം. പിന്നെ ഇങ്ങോട്ട് വന്നൊക്കെ അവിടെ ചെറുക്കും പോലെ നിൽക്കാൻ പറയട്ടെ. നല്ലപോലെ നിൽക്കടാ. അപ്പോൾ നമ്മൾ നല്ലപോലെ നിൽക്കണം. നല്ലപോലെ നിൽക്കാം. ഇങ്ങനെ നിൽക്കാം. ഇങ്ങനെ കറക്റ്റ്. അപ്പോൾ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ പോവാണ്. അടിപൊളി ഫോട്ടോ എടുക്കണം. രണ്ടുപേരും മുഖം തിരിഞ്ഞിങ്ങനെ കാണാൻ ലുക്ക് ഉണ്ട് കാണാൻ. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയുക. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു ഫോട്ടോ എടുക്കാം. നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്ക് അടിക്കാം. നമുക്കിനി ഇവിടെ എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ ഒന്ന് സ്പെഷ്യാലിറ്റി ഒക്കെ നോക്കാം. ഇവിടെ ഞാൻ നേരത്തെ കുറേ വന്നിട്ടുണ്ട്, അതുകൊണ്ട് കുറേ എനിക്ക് അറിയാം കുറച്ച്. പിന്നെ ഇവിടേക്ക് ഞാൻ വന്നില്ല കേട്ടോ, ഈ സ്ഥലത്തേക്ക്. ഇവിടെ എന്തൊക്കെ ഉള്ളത്, പൈനാപ്പിൾ കുറേ എണ്ണം ഒക്കെ ഉണ്ട്. ഒന്നിൻ്റെ പകുതിയൊക്കെ മുറിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. കൊക്കക്കോള ഒക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ എന്താ ആപ്പിൾ ഫ്രൂട്ട് എന്തൊക്കെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഒന്ന് കുളിക്കാം. വെള്ളത്തിൽ ചെടുക്കാം. വെള്ളത്തിൽ അടിയിട്ടാ. അപ്പോൾ സ്ഥലം അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാനിവിടെ ഇനിയും ഇങ്ങോട്ട് വരുന്ന വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് കാണണമെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോ ഇടാൻ പറ്റില്ല. വെറുതെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. എന്നും ഞാൻ വീഡിയോ ഇടുന്നുണ്ട്, പക്ഷെ ആരും മൈൻഡ് ചെയ്യില്ല. എന്ത് ചെയ്യാലേ, നമ്മുടെ ഇത് വെറുതെ ഒന്ന് അക്കൗണ്ട് ലോഗിൻ ചെയ്യണേ കാണാൻ തന്നെ
1 ഇയറിൽ മില്യണൊക്കെ അടിക്കുന്നുണ്ട് ഓരോ ആൾക്കാർക്ക്. പക്ഷെ ഞാനിങ്ങനെ വീഡിയോസ് ഇടുന്നത് പോലും ആരും മെയിൻറ്റ് ചെയ്യില്ല. എന്താ ചെയ്യുക? അപ്പം നിങ്ങളും ഒന്ന് മെയിൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് വെള്ളത്തിൽ നമ്മൾ കുറച്ച് മോഡലായിട്ട് ചാടിയതാണ്. അപ്പോൾ വീഡിയോക്ക് നല്ല ലെങ്ത് ആവുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നിർത്തണം. കുറച്ച് നേരം കഴിഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ആക്കാം വീഡിയോ. അപ്പോൾ അവനവിടെ പുഷപ്പ് എടുക്കുകയാണ്. കുറേ നേരം പുഷപ്പ് എടുക്കണം കേട്ടോ. നമുക്ക് ഇത് ആനിമേഷൻസ് ഇടാം. നമ്മൾ ഓരോരോ ആനിമേഷൻസ് വെച്ച് ഇടുകയാണ്. അപ്പോൾ നമ്മളെ വീഡിയോ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞാൽ വൈൻഡപ്പ് ആക്കും. അപ്പം നാളെ ഇതിനെക്കാട്ടും അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.